ഇന്നലെ എനിക്കൊരാഗ്രഹം, ഒരു മീൻ കറി വെച്ചാലോ? മീൻ കണ്ടിട്ടായിരുന്നു നെറ്റി ചുളിക്കൊന്നും കണ്ടാ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ. നല്ല അടിപൊളി മീനാണ്. നമ്മുടെ കാളാഞ്ചി ഇല്ലേ, കഴിഞ്ഞ ദിവസം മീനാ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചത്. അത് വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വെച്ചാണേ, അത് കഴുകി ആ പരുവായെന്നേ ഉള്ളൂ. കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കിയത് കേട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ. കൂടെ ഞാൻ കുറച്ച് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വെച്ചു, പിന്നെ ചോറും വെച്ചു. അത് പൊന്നി റൈസ് ആയിരുന്നേ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മീൻകറി വെക്കുന്നത് നമ്മുടെ എപ്പോഴും വെക്കുന്ന ആ കോട്ടയം സ്റ്റൈൽ മീൻകറി അല്ലേ, അതല്ല, തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മീൻ കറി വെക്കുന്ന സമയം കൊണ്ട് കൊച്ചിൻ്റെ കൊഞ്ച് ബിരിയാണി റെഡി കേട്ടോ. ബിരിയാണി എന്നുള്ള പേരേ ഉള്ളൂ, ഇത് ചുമ്മാ തട്ടിക്കൂട്ടാ. കൊച്ച് സ്കൂളിൽ നിന്ന് വരുമ്പം കഴിക്കാൻ വേണ്ടിയിട്ടേ. മീൻ കറി വെക്കുന്ന കണ്ടപ്പോഴേ ജസ്റ്റ് ചോദിച്ചു, ഓ ഇങ്ങനെയാണോ മീൻ വെക്കുന്നതെന്ന്. ജസ്റ്റിക്ക് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി അല്ലാതെ ഒരൊറ്റ മീനും പിടിക്കുകയല്ല. ഞാൻ പറഞ്ഞു, ഒന്ന് കഴിച്ച് നോക്ക്, അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായേ. ഇത് കാണുമ്പോഴേ അറിയത്തില്ലേ നല്ല അടിപൊളി മീൻകറി. എപ്പോഴും ഒരേ സ്റ്റൈലിൽ മീൻകറി തന്നെ വെച്ചാൽ എങ്ങനെ ശരിയാവുന്നത് അല്ലേ? വല്ലപ്പോഴും ഒന്ന് മാറ്റി പിടിക്കണ്ടേ? എനിക്ക് ഈ തേങ്ങ അരച്ച മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ മീൻകറി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ മീൻകറി ഫൈനലി നമ്മുടെ ഊണുമേശയിലേക്ക് ജസ്റ്റിക്ക് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മീൻകറി? അപ്പോൾ അതുപോലെ തന്നെ ഉത്തരം, കുഴപ്പമില്ല.